അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 5-6 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, സ്ത്രീകൾ തലയിൽ മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുവാൻ പാടുള്ളൂ എന്ന് കൃത്യമായി പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകൾ മൂടുപടം ധരിക്കണമെന്നുള്ളത് അനേക കാലഘട്ടങ്ങളായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ് എന്ന് തിരുവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 65-ാം വാക്യം, 38-ാം അധ്യായം 14-ാം വാക്യമൊക്കെ വായിക്കുമ്പോഴും, രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോഴും, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോഴും ഇത് നാളുകളായി നിലനിൽക്കുന്ന ഒരാചാരമാണ് എന്നോർപ്പിക്കുന്നുണ്ട്. മൂടുപടം ധരിക്കാതെ ഒരു സ്ത്രീ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടരുത് എന്നുള്ളത് യഹൂദ ജനത്തിൻ്റെ ഇടയിലുള്ള ഒരു നിയമമായിരുന്നു എന്നോർപ്പിച്ചിട്ടുണ്ട്. യവനന്മാരുടെയും റോമാക്കാരുടെയും മറ്റും ജാതികളുടെയും ഇടയിലുള്ള ഒരു പ്രധാന ആചാരമായിരുന്നു സ്ത്രീകൾ തലയിൽ മൂടുപടം ധരിക്കണം എന്നുള്ളതായ വസ്തുത. പുരുഷൻ ദൈവത്തിൻ്റെ സ്വരൂപവും തേജസ്സുമാകൊണ്ട് മൂടുപടം ധരിക്കുവാൻ പാടുള്ളതല്ല എന്നും, എന്നാൽ സ്ത്രീ പുരുഷൻ്റെ തേജസ്സും അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതും ആകൊണ്ട് അവൾ മൂടുപടം ധരിക്കണമെന്നും കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭർത്താവിന് ഭാര്യയുടെ മേലുള്ള അധികാരത്തിൻ്റെ അടയാളമായി അവൾ മൂടുപടം ധരിക്കണം, താഴ്മയും തലയായ ഭർത്താവിനോടുള്ള കീഴ്പ്പെടലിൻ്റെയും മാതൃകയായിരിക്കണം ഇതെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളായി 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും 9-ാം വാക്യവുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങളിലും ആ വസ്തുതകൾ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. ദൈവത്താൽ തുല്യമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കൊണ്ട് സ്ത്രീ പൂർണ്ണമായും ഭർത്താവിനോട് സഹകരിക്കുകയും ആചാരങ്ങൾ സൂക്ഷിക്കുകയും വേണമെന്ന് 11-12 വാക്യങ്ങളിലും, തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിലും, പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ തലയിൽ മൂടുപടം ധരിക്കണമെന്നുള്ളത് ഏറിയ കാലഘട്ടങ്ങളായി നിലനിൽക്കുന്ന ഈ ആചാരങ്ങളാണെന്നും മത അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണെന്നും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പൗലോസ് കൊരിന്ത്യ ലേഖനത്തിനകത്ത് അത് അത്യന്താപേക്ഷിതമാണെന്നും അത് ദൈവത്തോടുള്ള അനുസരണമാണെന്നും അത് പുരുഷന്റെ തലയെ ബഹുമാനിക്കുന്നതിനു വേണ്ടി ചെയ്യുവാൻ വെച്ചിരിക്കുന്ന നിയമമാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ സ്ത്രീകൾ തലയിൽ മൂടുപടമിട്ട് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യാൻ ഉത്സാഹിക്കണമെന്നുള്ള ആ വ്യവസ്ഥകളും നിയമങ്ങളും ആഴമായി മനസ്സിലാക്കുകയും അതാണ് ഏതൊരു സ്ത്രീക്കും മാന്യമായത് എന്നുള്ള പൗലോസിൻ്റെ വാക്കുകൾ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ആ തലത്തിൽ നമുക്കായിത്തീരുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാനും ഞങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളും നിബന്ധനകളും അത് അതേ തലത്തിൽ തന്നെ നിവർത്തിച്ചുകൊണ്ട്
ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.